ഹാൻഡ് കഫ് ഇടാൻ വന്ന. ഒന്ന് കോൺഷ്യസ് ആയിക്കോട്ടെ. ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ആദ്യം അയാളൊന്ന് കോൺഷ്യസ് ആവട്ടെ സാർ. അവനെവിടെ? അവിടെ. ഇവിടെ ആംഡ് ഫോഴ്സിൽ നിന്ന് 2 പേര് വേണം സർ. 2 പേര് കേട്ടിലും. ഓക്കെ സാർ. സർ, എനി അപ്ഡേറ്റ്സ്? കാര്യമായ പരിക്കുകളൊന്നുമില്ല, ചെറിയ ചതവൊക്കെ മാത്രമേ ഉള്ളൂ. മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സെഡേഷനിലാണ്. കയറി കാണാം. നോ നീഡ്, യു ക്യാരി ഓൺ. സാർ 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 ഇത്രയും വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി കാണാം സാർ. സാർ പ്ലീസ് സാർ, കം സാർ പ്ലീസ്. ആംഡ് പോലീസിനെ തന്നെ ഡ്യൂട്ടി കിട്ടുന്നത് സാർ. Good. സെഡേഷൻ മാറിയാൽ ഉടനെ ജയിലിലെ ക്ലിനിക്കിലേക്ക് മാറ്റാം. സാറിനൊന്ന് കാണണം. യാ പ്ലീസ്. സാർ ദിസ് വേ. ആ പറഞ്ഞു. ഇതിനകത്താണ്. നമുക്ക് ബെഡ് മാറിപ്പോയെന്ന് തോന്നുന്നു. ഇതിനകത്ത് തന്നെയാണ്. എവിടെ? Where's the captive? ഇവിടെ. Where's the captive? Where's the captive? എന്തുപറ്റി സാർ? അവിടെ ആളുണ്ടോന്ന് അറിയുന്ന ഇവിടെ നോക്കിയാ കണ്ടുവരണോ? കാണാം സാർ. തന്റെ അച്ഛൻ ഇവിടെ പെറ്റുകിടപ്പുണ്ടോ? ഇല്ല സാർ. എന്നാ പോയി അവനെ വേഗം കണ്ടുപിടിക്കണോ മണുകണാപ്പാ. കടുമണി അളവില് പിഴവ് പറ്റി വിധി സ്വാഹ, പല പല പടവില് പണിതു വെച്ച കെണി സ്വാഹ, ഹേ ഹേ അടിമുടി പൊടിയാണ് കുടില വിദ്യ തനി സ്വാഹ, സർവം സർവം മാവാഹ സ്വാഹ. സാറേ, ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല. താൻ എന്താടോ ഇതിനകത്തോടെ നോക്കുന്നത്? ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ആ ജിപ്സം പൗഡറിന്റെ ക്ഷീണമൊന്ന് മാറി വരികയായിരുന്നു അല്ലേ? ഷോ, ആലോചിക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നു. ഇത്രയും വിഷമിക്കുന്ന ഒരാൾ ഈ താലൂക്കിൽ തന്നെ ഇപ്പോൾ ഉണ്ടാവില്ല. ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾ എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് അതിനേക്കാൾ കൗതുകമുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്ത്? അന്ന് കോടതിയിൽ കൊണ്ടുപോകാൻ നേരം മുറ്റത്ത് വെച്ചവൻ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തോ പറഞ്ഞതായിട്ട് തോന്നി, അങ്ങോട്ട് വ്യക്തമായില്ല. വ്യക്താക്കി തരാം. എന്നെങ്കിലും പുറത്തിറങ്ങുമ്പോൾ തന്നെ കൊല്ലുന്ന അവൻ പറഞ്ഞ. ഏയ്, അങ്ങനെ ആയിരിക്കില്ല. ആണ്. വല്ലാത്തൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു ആ സ്വരത്തില്. ഒരു പൗരന് അവൻ്റെ ജീവനോ സ്വത്തിനോ മറ്റൊരു വ്യക്തിയിൽ നിന്നും ഭീഷണി ഉണ്ടെങ്കിൽ ആ പൗരന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാവുന്ന നിയമമുണ്ട്. ഇവിടെ വന്നിട്ട് ഈ കോപ്പിലെ ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് കുറച്ച് പാർലമെന്ററി ആയിട്ട് സംസാരിക്കാം. ഇവിടെ വന്നിട്ട് ഈ കോണോത്തിലെ ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് തനിക്കിനി ഞാൻ പ്രൊട്ടക്ഷൻ തരുമെന്ന് തോന്നുന്നുണ്ടോ? വാക്ക് തെറ്റിക്കരുതെന്ന് ഞാൻ വിളിച്ചു. 2 ഇരുമ്പ് വട്ട കൂടി പിടിപ്പിക്കണം. ഈ കുറ്റിയെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇതുവരെ ശരിയാക്കിയില്ലേ? അതിനാ ജനൽ അടയ്ക്കാറില്ലല്ലോ. ഇപ്പൊ അടയ്ക്കേണ്ടി വന്നപ്പോ കണ്ടില്ലേ? എന്തിനാ അടയ്ക്കുന്നത്? കൊതുക് കയറിൻ്റെ അത് കണ്ടിട്ട് കൊതുകാണ് പ്രശ്നവും തോന്നുന്നില്ലല്ലോ. നീ ആ TV ഓഫ് ചെയ്യ്. പുറത്ത് ഇടിയും മിന്നലും കണ്ടില്ലേ? രാധേ,
നീ എന്തെങ്കിലും കോമഡി പറ, ഞാൻ ചിരിക്കാം. നീനു വധക്കേസിലെ പ്രതി നഗരം വിട്ടു പോയിട്ടില്ലെന്ന് പോലീസ്. നിന്നോട് എന്തെങ്കിലും കോമഡി പറയാനല്ലേ രാധേ ഞാൻ പറഞ്ഞത്? എനിക്കെന്തോ പേടി തോന്നുന്നു. പേടി മാറാനേ വില്ലാളി വീരന്മാരുടെ നാമം ചൊല്ലിയാൽ മതി. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി. ഭഗത് സിംഗ്, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. ഇതിനകത്തെന്താ? ജിപ്സം പൗഡർ ഒന്നുമല്ല സർ. താൻ നോക്കടോ. ഇങ്ങോട്ട് വാ. കുരുമുളകാണ് സാർ, വേറെ ഒന്നുമല്ല. ഫോൺ ചെക്ക്. ഫോൺ എടു. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ട്രാക്ക് ചെയ്യുന്നതല്ലേ, പിന്നെന്തിനാ? സാറ് വീട്ടിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഹരി അന്വേഷന്റെ പിറകെ വരണമെന്നുള്ളത്. അവൻ ഇത്രയും ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. എന്നെ വിളിക്കാൻ വഴിയില്ല. പറഞ്ഞു വിടുറോ. ഓ എടുത്തോളൂ. അവിടെ ഉണ്ട്. ആ കടയിലേക്ക് ചെല്ലട്ടെ. ശരി ശരി, ഞാൻ പോവാം. താനോടെ കടയുടെ ഓണർ? അതെ സാറേ. ഇപ്പൊ ഒരു പെൺകുട്ടി കൊണ്ട് വന്നില്ലേ? ആ, അവൾ എന്താ നിങ്ങളുടെ തന്നത്? അവളെ നമ്മൾ നേരത്തെ അറിയോ? കുരുമുളക് തരാമെന്നാ സാറേ. ആ കൊച്ചിനെ ഞാൻ നേരത്തെ അറിയും. പിന്നെ ആ കുട്ടി എങ്ങോട്ടാ പോയേ? ആ കുട്ടി ആ മീൻചന്തലോ അല്ലെങ്കിൽ എല്ലോടി വിൽക്കണ മണിശങ്കരയ്യരുടെ കടയിലോ കാണും. എന്താ സാറേ കാര്യം? ചോദ്യമൊന്നും വേണ്ട. വാ. ഹരി, നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരം? വൈഫൈ പിനാപ്പിൾ കിട്ടാൻ ലേറ്റായി. പിന്നെ സോഫ്റ്റ്വെയറും പാസ്വേഡ് കീ ഇതിലുണ്ട്. ഈ ഹാക്കർ ഓഫ് ഇതിന്റെ ആവശ്യം വരുമോ? ചിലപ്പോൾ വേണ്ടി വരും. നമുക്ക് ലോക്കൽ ഡിവൈസിന്റെ IP അഡ്രസ് കിട്ടിയോ? ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ പിള്ളേര് കിട്ടുന്ന അനുസരിച്ച് ടെക്സ്റ്റ് ചെയ്തോളും. ഇതില് ദോഹ സിമും ഉണ്ട്, ഒമാൻ സിമും ഉണ്ട്. ചാർജ് ചെയ്താണോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോൺ എന്റെ ഫോൺ ഓഫ് അല്ലേ? എന്നാലും ടവറിലധികം നിൽക്കണ്ട വിട്ടോ. ശരി. ആ ഫോൺ നമ്പർ തന്നില്ല. ആ ദാ ആദ്യത്തെ ഇൻസ്പെക്ടറുടെ, അടുത്തത് SMRയുടെ, അവസാനത്തതാ അയാളുടെ. കൃഷ്ണന്റെ. ഹലോ. കാശ് കിട്ടിയ കള്ളസാക്ഷ്യം പറയുന്ന കൃഷ്ണൻ അല്ലേ? തൻ്റെ മൊഴിയുണ്ടെങ്കിൽ ഏതു നിരപരാധിയെയും പോലീസിന് പ്രതിയാക്കാം.
ഹരി അതേടോ, ഞാൻ ആ ജയിലിനകത്ത് തന്നെ പണ്ടാറടങ്ങി പോകുമെന്ന് വിചാരിച്ചുള്ളതാണ്. ഹരി ഞാൻ താൻ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. അത് ഞാനൊന്നൊരു താൻ പോലീസിന് കൊടുത്ത മൊഴി കളവാണെന്നുള്ള അഫിഡവിറ്റ് നാളെ തന്നെ കോടതിയിൽ ഫയൽ ചെയ്യണം. അങ്ങനെ പറഞ്ഞ പോലീസ് എന്നെ വെച്ചേക്കില്ല ഹരി. ഇല്ലെങ്കിൽ തന്നെയും തന്റെ കുടുംബത്തിനെ പച്ചയ്ക്ക് കത്തിക്കും. എന്നിട്ട് ഞാൻ ശരി അയ്യോ ആരുടെ കൈ കൊണ്ട് മരിക്കണമെന്ന് താൻ തീരുമാനിക്കും. അല്ല അത് ഒന്ന് ചവിട്ടി വിടറോ, 11-ന് കേസ് വിളിക്കും. അല്ല സാർ, ഒരു അടിപിടി ഉണ്ടാക്കാനായിട്ട് സാറിന് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമുണ്ടായിരുന്നു? സത്യത്തിൽ എന്താ സംഭവം? എടോ 6 മാസം മുമ്പ് മധുരയിൽ വരായിരുന്നു. കുറേ മോന്മാർ പോത്തിനെയും കാളനെയൊക്കെ ഇറക്കി റോഡ് മൊത്തം ബ്ലോക്കാക്കി. ഓൺ അടിച്ചിട്ടൊന്നും മാറിയില്ല. ഞാൻ നല്ല തെറിയെന്ന് പറഞ്ഞു. സാറാ? ആ, പക്ഷേ യൂണിഫോമിലല്ലായിരുന്നു. അവന്മാരുടെ അടുത്ത് പഞ്ഞിക്കിട്ടാണ് അല്ലേ? സാറേ, സാറിന്റെ ജാതകം ഒന്ന് തരും. എന്തിനാണോ? റിസർച്ചിന് വിടാനാ. എടാ, അയാൾ ആ ഇൻസ്പെക്ടറെ വിളിക്കുന്നുണ്ട്. സോറി. ഇൻസ്പെക്ടർ കോൾ റിജക്ട് ചെയ്തു. ഛേ 3000 രൂപ ഫൈൻ. അത് അടച്ചിട്ട് വേണം പോകാൻ. കൃഷ്ണ, എടോ ഇൻസ്പെക്ടറെ, എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഇപ്പൊ താൻ ഫോൺ എടുക്കുന്നില്ല അല്ലേ? ഒന്ന് തിരിച്ച് വിളിക്കടോ. ആ ഹരി എന്നെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ആ ഇൻസ്പെക്ടർക്ക് ഒരു വാട്സപ്പ് നമ്പർ കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് ലൂപ്പിലിട്ടേക്ക്. ഇൻസ്പെക്ടർ ദിനേശന്റെ ശ്രദ്ധയ്ക്ക്, താൻ ഏത് കോത്താഴത്ത് കിടന്ന് ഉറങ്ങുകയാണെങ്കിലും ഉടൻ വെണ്ടർ കൃഷ്ണനെ വിളിക്കടോ. അയാളുടെ ജീവൻ അപകടത്തിലാണ്. താനെന്തേ കാണിക്കുന്നത്? സോറി, ഏതൊരു ഭ്രാന്തനാ. തന്നെ തൂക്കിയെടുത്ത് അകത്തിട്ട് ഞാൻ. താൻ ട്രാഫിക് പോലീസ് അല്ലേടോ? ട്രാഫിക് പോലീസ് എന്നെ എന്ത് ചെയ്യാനടോ? കൃഷ്ണൻ ലൊക്കേഷൻ മാറി. നീ രാവിലെ വിളിച്ചപ്പോ കച്ചേരിപ്പടി ആയിരുന്നില്ലേ? ഇപ്പൊ മണപ്പാട്ടിപ്പറമ്പാ. മണപ്പാട്ടിപ്പറമ്പാ? അവരെ പൊക്കാൻ ഇതിലും നല്ലൊരു ചാൻസ് കിട്ടൂല. തമിഴ്നാടിനോടിക്കാരൊക്കെ റെസ്റ്റ് എടുക്കണ സ്ഥലമാണ്. യെസ്, അവൻ നാട് വിടും. ഇപ്പൊ അവനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ അവനെ കിട്ടൂല. ഹരി, നീ ഇപ്പൊ പുറത്തിറങ്ങുന്നത് ഭയങ്കര റിസ്കാ. പോലീസുകാരുടെ ഗ്രൂപ്പിലൊക്കെ നിന്റെ ഫോട്ടോ ഉണ്ടാവും. ഏതൊക്കെ ഗ്രൂപ്പിൽ ഫോട്ടോ വന്നു പറഞ്ഞാലും എനിക്ക് അവനെ പൊക്കിയാലേ പറ്റുള്ളൂ. അവനെ പൊക്കിയിരിക്കും. ഇയാൾ എന്തിനാ കോൾ ലിസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഫോൺ കളഞ്ഞ്? അയാൾ തമിഴ്നാട്ടിലോട്ട് മുങ്ങിയെന്ന് കരുതി നമ്മളെല്ലാവരും അങ്ങോട്ട് വെച്ച് പിടിച്ചേനെ. പണ്ട് സീഡ് പിടിക്കാൻ കോയമ്പത്തൂർ പോയ പോലീസ്. ഫോണില്ലാതെ അയാൾ എങ്ങനെയാ ലൊക്കേറ്റ് ചെയ്യുക? അമൃത വണ്ടി കയറി. അവനിനി എത്ര വട്ടം കോൾ ലിസ്റ്റ് ഡിലീറ്റ് ചെയ്താലും നമ്മളത് റിട്രീവ് ചെയ്യും. കണ്ട, അപ്പൊ അതിലുണ്ടായിരുന്നല്ല ഇതിൽ കിട്ടും. കൊള്ളാട്ടാ. അതേസമയം നമുക്ക് ഇവിടെയും കിട്ടും. എന്തായി, കിട്ടിയോ? യെസ്, ഫോൺ വാങ്ങിയ അന്ന് മുതലുള്ള കോൾ ലിസ്റ്റ് കിട്ടി. നമ്പർ പേരില്ല. ഗുഡ് ആഫ്റ്റർനൂൺ. ഹോട്ടൽ കൊച്ചിൻ ടവേഴ്സ്. ഹോട്ടൽ കൊച്ചിൻ ടവർ. തമിഴ്നാട്ടിൽ പോയിരിക്കുകയാണെന്ന് വരുത്തിയിട്ട് ഹോട്ടൽ മുറിയിൽ ഒളിവ് ചെയ്തു. ചേച്ചി, എന്താ? സ്പെയർ കീ ഉണ്ടാ? എന്തിനാ? ഞങ്ങളുടെ കാർഡും മിസ്സായി പോയി. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് തന്നാ അത്. നോക്കട്ടെ. മാസ്റ്റർ കീ. താങ്ക് യു.
ഫോക്കസ് ചെയ്യും. എന്ത് വണ്ടി എടുക്കണോ? ഇതിലല്ലേ? റീന ടീം നേരെ ട്രെയിനകത്തേക്ക് കയറി ചെക്ക്. Yes, sir. സജാദേ വാ. സാർ മുഴുവൻ ഫാൻ ബോയ്സ് ആണല്ലോ അവരെ വിടറോ. താനാ കറുത്ത ടീഷർട്ടും പിന്നെ മറ്റേ സാധനമില്ല, എന്താ ചൂടി, എന്താ ചൂടി, ആ ചൂടി, അതിട്ടാളെ നോക്കും. പുറകിലുള്ളത് ബ്ലാക്ക് ടീഷർട്ടാണ്. ചൂടില്ലല്ലോ സാർ. ശല്യം. ട്രെയിൻ മൂവ് ആയി സർ. ഓവർ. എവിടോ വേറെ വല്ല എക്സിറ്റ് ഉണ്ടോ? ഇല്ല സാർ, ഈ ഒരു എക്സിറ്റേ ഉള്ളൂ. ബ്ലാക്ക് ടീഷർട്ട് എവിടോ? എവിടെ? ആ എവിടോ ബ്ലാക്ക് ടീഷർട്ട്? പുറത്തു പോയി നോക്കാം സാർ. സർ, അഡിഡാസിന്റെ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ഒരാളെ മെട്രോയുടെ ബാത്റൂമിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, കോപ്പി. സാറേ വീഡിയോ വിളിക്കട്ടെ? തല ഇപ്പൊ പറയണ്ട, ഒന്ന് ഒരുങ്ങി എന്നോളം പറ. എവിടോ? വെയിറ്റ് ഒന്ന് പോസ് ചെയ്തേ. അവിടെ സൂം ചെയ്തേ. അയാളല്ലോടോ, ഇയാളെ സൂം ചെയ്. ആ സാറേ, ആ ഇത് കണ്ട ഷാറുഖ് ഖാൻ പ്ലേ. സാറേ, സാറിന്റെ കണ്ണിന്റെ അകത്ത് പന്ത് തട്ടി കൊടുത്തിട്ട് സാർ കണ്ടില്ലല്ലോ സാറേ. ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങൾ എല്ലാരും അവിടെ ഉണ്ടായിരുന്നില്ലേ? സാറല്ലേ പറഞ്ഞ ബ്ലാക്ക് ടീഷർട്ടും കറുത്ത ചുറ്റിട്ടോണ്ട് ഇറങ്ങുന്നത്, എന്നിട്ട് എവിടെ? ഹലോ, കൃഷ്ണനാണ് സാർ. എന്തായി, അവനെ പിടിച്ചോ? താൻ പോടോ, തന്നെ കൊന്നിട്ടാവും പിടിയിലാവും. ഈ ഐഡിയ ഒന്നും ആ തിരുമണ്ടം ദിനേശന്റെ തലേ കയറില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് വരാൻ പറഞ്ഞത്. ഇൻവേഡർ ജീപ്പ് ഏത് ടി വി കണ്ടാലും അപ്പം തന്നെ അവിടുത്തെ ട്രാഫിക് പോലീസിനെ വിവരം അറിയിക്കണം. അതിനുള്ള എല്ലാ നമ്പറുകളും റെഡിയാക്കി വെച്ചോ. അതിനൊക്കെ ഇവിടെ വേറെ സംവിധാനങ്ങളുണ്ട്, പഴയ കാലമൊന്നും അല്ല. അയ്യോ ദിനേഷ് സാർ, അയാളെ ആ കിഴങ്ങനോട് പോയി പണി നോക്കാൻ പറ, ഫോൺ എടുക്കണ്ട. ഹലോ ദിനേഷ് സാർ. ആ അല്ല സാർ, ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നത്. ആ ഇപ്പോൾ വരും സാർ. ആ ശരി സാർ, ഓക്കെ സാർ. ആ പാലാരിവട്ടത്തൊരു ഇൻവേഡർ. എവിടെ? നമ്പർ എത്രയാന്നാ പറഞ്ഞേ? KL 344111. ഓക്കെ, കൺട്രോൾ റൂം. ഒരു സിൽവർ ഇൻവേഡർ ജീപ്പ് അതുവഴി വരുന്നുണ്ട്, ഒന്ന് ബ്ലോക്ക് ചെയ്യണേ. അതിന്റെ നമ്പർ ഒന്ന് നോക്കി പറയണം. നമ്പർ അതല്ല. ഓക്കെ ഓക്കെ, വിട്ടേക്ക് വിട്ടേക്ക്. ജീപ്പിന്റെ നമ്പർ അടിച്ച് ടി വിയിൽ സെർച്ച് ചെയ്യ്. എല്ലായിടത്തും പോലീസാ. ഇനി നമ്മളിങ്ങനെ കിടന്ന് കറങ്ങുന്നത് ഭയങ്കര റിസ്ക്കാ. അയാളുടെ വീട് എവിടെയാണ്? അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? അതൊന്നും വേണ്ട. 2 ദിവസത്തിനുള്ളിൽ അയാളെ കൊണ്ട് നമ്മൾ സത്യാവാങ്മൂലം കൊടുപ്പിക്കും. മോള് വണ്ടി കടയിലേക്ക് വിടും. മോളെ ബ്രോ ബ്രോ കുഴപ്പമൊന്നുമില്ലല്ലോ? വണ്ടി ഇടിച്ച് വീഴ്ത്തിട്ട് ബ്രോയോ? ഒരു ബൈക്കും ഇൻവേർട്ടർ ജീപ്പുമാണ്. കാഷ്വാലിറ്റി ഇല്ല, ട്രാഫിക് അല്പം ജാം ആയിട്ടുണ്ട്. ഓവർ. ഇൻവേഡർ ജീപ്പ്, അയാളെ വിളിക്ക്. കൺട്രോൾ റൂം, ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത ജീപ്പിന്റെ നമ്പർ ഒന്ന് പറയൂ. മാഡം, KL 344111. ഓവർ. അതിനകത്ത് എത്ര പേരുണ്ട്? ജീപ്പിൽ 2 പേരേ ഉള്ളൂ, പ്രായമായിട്ടുള്ള ഒരാളും ഒരു പെൺകുട്ടിയും. ആ ജീപ്പ് അവിടെ ഹോൾഡ് ചെയ്യണം. പോലീസ് വന്നിട്ട് പോവാന്ന് പറഞ്ഞാൽ മതി അവരോട്. ഗാന്ധിനഗർ സ്റ്റേഷനിൽ ഒരു SI ഇപ്പൊ അവിടെ വരും. ആ ഓക്കെ മാഡം. റീന, എടോ കൃഷ്ണൻ പറഞ്ഞ ജീപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പാലാരിവട്ടത്ത്. താൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. പിന്നെ സാർ ഇതറിയണ്ട. ഓക്കെ കൃഷ്ണ പോ. ഇഷാന, ആ ജീപ്പ് ലൊക്കേഷൻ മാറി ആ സ്പോട്ടിൽ തന്നെ അറിയിക്കണം. ഓക്കെ ഓക്കെ സർ. ചേട്ടാ,
ഇത് അവൻ വന്ന ജീപ്പ് തന്നെ ആണല്ലോ അല്ലേ? ദിനേശ് സാറ് പറ്റിയതുപോലെ ആവില്ലല്ലോ എനിക്ക്. ഇല്ല സാർ, വേഗം ഇറങ്ങാൻ നോക്ക്. ഓക്കെ. ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത ജീപ്പിന്റെ നമ്പർ ഒന്ന് പറയൂ. മാഡം KL 344111 ഓവർ. അതിനകത്ത് എത്ര പേരുണ്ട്? ജീപ്പിൽ 2 പേരേ ഉള്ളൂ, പ്രായമായിട്ടുള്ള ഒരാളും ഒരു പെൺകുട്ടിയും. ആ ജീപ്പ് അവിടെ ഹോൾഡ് ചെയ്യണം. പോലീസ് വന്നിട്ട് പോവാന്ന് പറഞ്ഞാൽ മതി അവരോട്. ഗാന്ധിനഗർ സ്റ്റേഷനിൽ ഒരു SI ഇപ്പൊ അവിടെ വരും. ഓക്കെ മാഡം. റീന, എടോ കൃഷ്ണൻ പറഞ്ഞ ജീപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പാലാരി വട്ടത്ത്. താൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. പിന്നെ സാറ് തറിയണ്ട. ഓക്കെ കൃഷ്ണ പോ. ഇഷാന, ആ ജീപ്പ് ലൊക്കേഷൻ മാറി ആ സ്പോട്ടിൽ തന്നെ അറിയിക്കണം. ഓക്കെ ഓക്കെ സർ. ചേട്ടാ, ഇത് അവൻ വന്ന ജീപ്പ് തന്നെ ആണല്ലോ അല്ലേ? ദിനേശ് സാറ് പറ്റിയതുപോലെ ആവില്ലല്ലോ എനിക്ക്. ഇല്ല സാർ, വേഗം ഇറങ്ങാൻ നോക്ക്. ഓക്കെ. മെഡിക്കൽ സെന്റർ. കിഡ്നി സ്റ്റോൺ ആണോ അതോ ഹാർട്ട് അറ്റാക്ക് ആണോ സാറേ? അല്ല, ഈ ഹോസ്പിറ്റലിലേക്ക് വെപ്രാളം കണ്ട് ചോദിച്ചതാ. എന്റെ ഉമ്മ പ്രസവിക്കാൻ കിടക്ക, താൻ വേഗം വണ്ടി വിട്ടെ. ഹലോ സജാദ്, ആ ജീപ്പിന്ന് 2 പേര് ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി പോയിട്ടുണ്ട്. ഓട്ടോയുടെ നമ്പർ പറ. ഓട്ടോയുടെ നമ്പർ വ്യക്തമല്ല. എന്റെ വാപ്പ ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന് ആ ഓട്ടോയുടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. സാർ, ആ ഫോണിങ് തന്നെ എന്തിനാ? കാര്യമുണ്ട്. ഹലോ ഹലോ, ഞാൻ കൃഷ്ണനാണ് മനാഫെ. ആ ഇങ്ങോട്ടൊന്നും പറയണ്ട, വണ്ടി നിർത്തുകയും ചെയ്യരുത്. ചേട്ടാ ഒന്ന് കുറച്ചുകൂടി സ്പീഡിൽ പോകും. ഇപ്പൊ നിന്റെ വണ്ടിയിലിരിക്കുന്നത് ഒരു കൊലക്കേസിലെ പ്രതിയാ. ചേട്ടാ കുറച്ച് അവർക്കൊരു സംശയവും തോന്നാത്ത വിധം വേണം പെരുമാറാൻ. പോലീസും ഞാനും പുറകെ വരുന്നുണ്ട്. ഓക്കെ മച്ചാ. ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നതെന്നും എവിടെ എത്തിയെന്നും ഒരു ഫ്രണ്ടിനോട് പറയുന്നത് പോലെ എന്നോട് പറ. ആ മച്ചാ, ഞാൻ മെഡിക്കൽ സെന്റർ വരെ പോവാ, ഒരു ഓട്ടോ കൊണ്ട്. ഇപ്പൊ പള്ളിമുഖത്തി. ഓക്കെ, ജംഗ്ഷനിൽ എത്തുന്നത് വരെ സ്പീഡ് കുറച്ചു പോകും. ഞങ്ങൾ അവിടെ എത്താം. കുറച്ചും കൂടി വേഗം വിടും ചേട്ടാ. പോവാം സാറേ, ഓട്ടോറിക്ഷയാണ് സാറേ, അല്ലാതെ ഫ്ലൈറ്റ് അല്ല. ആ വണ്ടിയാണ്. ഏത്? അതാണോ ആ ഓട്ടോ? മച്ചാ പറ. ഷോർട്ട് കട്ടാണെന്നും പറഞ്ഞ് വലത്തോട്ട് MLA റോഡിലേക്ക് തിരിക്ക്. ഓക്കെ മച്ചാ. ചേട്ടാ അതുവഴിയല്ലേ പോണ്ട് ചേട്ടാ. സാറേ, ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലേ പോയ ബ്ലോക്കില്ല. ആ സജാദേ, റീന താനോടെ എത്തി? ഞാൻ ഈ ജോൺസൺ മാസ്റ്റേഴ്സ് പറയുന്ന മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് കിടക്കുക. എടോ താങ്ങോട്ട് പോണ്ട, ആ പൈപ്പ് ലൈൻ റോഡ് കയറി MLA റോഡിലേക്ക് വാ. ഓ ശരി ശരി. ശരിക്കും ചുറ്റലല്ലേ ചേട്ടാ? ഇവിടെ ബ്ലോക്കില്ല സാറേ, ഈ വഴി പോവാം. ഇങ്ങോട്ടേക്ക് പോണേ. ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. അവൻ നിങ്ങളുടെ കിണ്ടിയിലല്ല, എൻ്റെ വണ്ടിയിൽ. നിങ്ങൾ എൻ്റെ പുറകെ വന്നാൽ മതി, എന്നും എപ്പോഴും. മനാഫേ, നമുക്കൊരു പോപ്പിൻസ് കഴിച്ചാലോ? യെസ് യുവർ ഓണർ, ലെറ്റ് മീ കൺക്ലൂഡ് മൈ പോയിന്റ്സ് പ്ലീസ്. യുവർ ഓണർ, ശ്രദ്ധേയമായ ചില പരസ്യചിത്രങ്ങളിലൂടെ തൻ്റെ കരിയറിൽ വളർന്നുകൊണ്ടിരുന്ന നീനു ഐപ്പ് എന്ന സെലിബ്രിറ്റി മോഡലിനോട് വീട്ടിൽ സ്ഥിരമായി പത്രം എത്തിച്ചിരുന്ന അക്യൂസിഡിനുണ്ടായ ഓവർ ഒബ്സഷൻ. ഈ കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം അവിടെ നിന്നാണ്. നീനുവിൻ്റെ റൂംമേറ്റ് ആയിരുന്ന PW1 അഞ്ജിത നാരായണൻ ഈ കോടതിയിൽ നൽകിയ മൊഴി പ്രകാരം 2022
ഒക്ടോബർ മാസം 1-ാം തീയതി പ്രതി പത്രത്തിന്റെ ബില്ലുമായി നീനുവിന്റെ വീട്ടിലെത്തി. പ്രതി മടങ്ങി പോയതിനു ശേഷം നീനു അല്പം ഭയം കലർന്ന സ്വരത്തിൽ PW1 പറഞ്ഞത് ആൾ ഓവർ ഒബ്സസ്ഡ് ആണെന്ന് തോന്നുന്നു, ഈ മാസത്തോടുകൂടി പത്രം നിർത്തിയേക്കാം എന്നാണ്. നീനു തന്നെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് പ്രതിയിൽ കൊലപാതകത്തിലേക്ക് നയിച്ച ഭ്രാന്തമായ വൈരാഗ്യം ജനിച്ചത്. മോട്ടീവ് ഓഫ് ക്രൈം അതാണ്. 2022 ഒക്ടോബർ മാസം 10-ാം തീയതി വെളുപ്പിന് പത്രവിതരണം നടത്തിക്കൊണ്ടിരുന്ന പ്രതി നീനുവിന്റെ റൂംമേറ്റ് ആയിരുന്ന അഞ്ജിത നാട്ടിലേക്ക് പോകുന്നു കാണാനിടയായി. തുടർന്ന് തന്റെ ബൈക്ക് റോഡിലൊരിടത്ത് വെച്ചതിന് ശേഷം പ്രതി ആ സമയം തന്റെ പതിവ് മോർണിംഗ് വാക്കിനായി കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകുകയായിരുന്ന PW2 കൃഷ്ണൻ രാജശേഖരന്റെ സ്കൂട്ടറിന് കൈ കാണിക്കുകയും തന്നെ ഫ്രണ്ട്സ് നഗറിൽ ഇറക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ചാറ്റൽ മഴയുണ്ടായിരുന്നതിനാൽ വീട്ടിൽ കൊണ്ട് ഇറക്കി തരാമെന്ന് പറഞ്ഞ PW2 കൃഷ്ണൻ രാജശേഖരൻ പ്രതിയെ നീനുവിന്റെ വീട്ടിൽ കൊണ്ടുവന്നിറക്കി. നീനു വാതിൽ തുറക്കുന്നതും പ്രതി തള്ളി അകത്ത് കയറുന്നതും താൻ കണ്ടതായി PW2 കൃഷ്ണൻ രാജശേഖരൻ ഈ കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. യുവർ ഓണർ, അകത്തേക്ക് തള്ളിക്കയറിയ പ്രതി നീനുവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് നടന്ന സംഘർഷത്തിലാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയും പ്രകാരം ഒക്സിപിറ്റൽ ഫ്രാക്ചർ ഉണ്ടാവുകയും നീനു കൊല്ലപ്പെടുകയും ചെയ്തത്. ഐ റിക്വസ്റ്റ് യുവർ ലോർഡ്ഷിപ്പ് to punish the accused at his maximum under 302 IPC and 447 of IPC. Mr. Hari. ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. നല്ല വക്കീലിനെ തരാം. ഫീസിൻ്റെ ആയിരുന്നു ബോധറിയണ്ട. അതുകൊണ്ടല്ല സാറേ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല ഞാൻ. എന്നെ സാറായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. സാറേ, ഈ പോലീസ് ഉണ്ടാക്കിയ 2 സാക്ഷികൾ പറഞ്ഞ നുണയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എന്നെ പുറത്തു വിടും. സംശയം എന്താ? ഉറപ്പാണോ? അത്ര എളുപ്പമല്ല. എനിക്ക് പറ്റും സാറേ. ഉറപ്പാ? എന്നാ ക്രോസ് തുടങ്ങാം. അഞ്ജിത, ഒക്ടോബർ 1-ാം തീയതി ഞാൻ വീട്ടിൽ വന്ന് നീനുവിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ സമയം ഏതാ? ഒരു 7 മണിക്ക്. ഉറപ്പാണോ? അതെ. താങ്ക് യു. ബഹുമാനപ്പെട്ട കോടതി, ഇതെൻ്റെ ഗൂഗിൾ പേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒക്ടോബർ 1-ാം തീയതി രാവിലെ 7:25 നീനു എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഞാൻ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി, നീനു പത്രത്തിൻ്റെ ബില്ലടച്ചിരുന്നത് മാസം തോറുമല്ല, 6 മാസത്തേക്ക് ഒരുമിച്ചാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള ഹിന്ദു പത്രത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടായ 1410 രൂപയാണ് ആ കുട്ടി അന്ന് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നത്. ഓവർ ഒബ്സസ്ഡ് ആയിട്ട് പത്രം നിർത്താൻ പോകുന്ന നീനു എന്തായാലും 6 മാസത്തെ എമൗണ്ട് മുൻകൂറായിട്ട് എനിക്ക് തരില്ലല്ലോ. ഇതിൽ നിന്ന് തന്നെ നീനുവിന് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മോശഭിപ്രായമാണെന്ന 1-ാം സാക്ഷിയുടെ മൊഴി കളവാണെന്ന് തെളിഞ്ഞല്ലേ സാറേ?